Won't stop for traffic lights. And I really wanna know if അപ്പം അങ്ങനെ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് ഞങ്ങളിത് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാം. ബാംഗ്ലൂരിൽ നിന്നുള്ള ഫ്ലൈറ്റ് കേട്ടോ. ഇവിടെ ഒരുപാട് ഫ്ലൈറ്റ്സുകളൊക്കെ വന്ന് കിടപ്പുണ്ട്. ഈ സൈഡിലൊക്കെ ഇതാ കണ്ടോ, ഇഷ്ടംപോലെ ഫ്ലൈറ്റ്സുകളുണ്ട്. അഭിജിത്ത് സാറിൻ്റെ അമ്മയുണ്ട് കൂട്ടത്തിൽ. പിന്നെ ജസ്റ്റിസ് ഫാമിലി അവർ പോയി കഴിഞ്ഞു. അവർ വേറെ ഫ്ലൈറ്റിന് അവർ കയറിയിട്ടുണ്ട്. ഞങ്ങളുടെ റൂട്ട് ഇത് ഞങ്ങൾ കൊച്ചിയിലേക്ക് അവർ കണ്ണൂർക്കാണ്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നുള്ള ഫ്ലൈറ്റിൻ്റെ ഉള്ളിലും കയറിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് പിന്നെ ഒരു 20 മിനിറ്റോളൊക്കെ കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ് എടുത്തത്. കാരണം കുറച്ച് ലേറ്റായിരുന്നു ഫ്ലൈറ്റ്. അതേപോലെ തന്നെ എത്താനും ലേറ്റായി. അപ്പോൾ കൊച്ചിയിലെത്താനും ഒരു 10-20 മിനിറ്റോളം ലേറ്റായിരുന്നു. എന്താ ഡിലേ അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും 10-20 മിനിറ്റ് അങ്ങനെ ഞങ്ങൾക്ക് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഇരുന്ന സമയത്ത് കുറേ ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യുന്നതും കുറേ ഫ്ലൈറ്റുകൾ ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റിയിട്ടോ. അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ആ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റും ടേക്ക് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു സ്വരം നിങ്ങൾക്ക് കേൾക്കാം. അങ്ങനെ ഞങ്ങൾ ഒരു 1 hour കൊണ്ട് തന്നെ കൊച്ചിയിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ ഞങ്ങളിതേ ലാൻഡ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നു. ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി സണ്ണി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആങ്ങളെയും നാത്തൂനും വരുന്നുണ്ടോ? അവർ വരുമായിരിക്കും. ആങ്ങളെയും നാത്തൂനും വരുമായിരിക്കും. പിന്നെ അപ്പോൾ ഞങ്ങൾ ആദ്യം നിന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷായിട്ട് പിന്നെ ഞങ്ങൾക്ക് ലഗേജ് കൊടുക്കണം. ഞങ്ങളുടെ ലഗേജ് കിട്ടിയിട്ട് വേണം വാഷ്റൂമിലേക്കൊക്കെ ഒന്ന് പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുറത്തിറങ്ങാൻ. അഭിജിത്ത് സാറിൻ്റെ അമ്മയുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ സാറിൻ്റെ പപ്പയും വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് പുറത്ത്. അപ്പോൾ ഞങ്ങൾ വന്ന ഫ്ലൈറ്റ് കിടക്കണം. കിടക്കുന്ന ഫ്ലൈറ്റ്. ഞങ്ങൾ ബെൽറ്റ് 3ലേക്ക് പോവാണ്. അവിടെ നിന്നാണ് ഞങ്ങളുടെ ലഗേജ് കിട്ടുക. 1 hour എടുത്തു ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലെത്താൻ. ഞങ്ങളങ്ങനെ ലഗേജ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് വന്നെടുത്തിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ. ഞങ്ങൾ കുറേ നേരമായി ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതുവരെ കിട്ടിയിട്ടില്ല. വരുന്നേലും ഇവിടുന്ന് ഓരോന്നായിട്ടാണ് വരുന്നത്. കുറേ സമയമെടുക്കും. ഈ ബെൽറ്റൊക്കെ ഫുൾ ഫ്രീയാണ്. ഒന്നും മഞ്ഞില്ല. അവിടെ നിന്ന് ഒരു 2 എണ്ണം വരുന്നുണ്ട്. പയ്യെ വരണം. സണ്ണിയും വീടുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഓൺ ദ വേ ആണ്. അപ്പോൾ നമ്മുടെ ലഗേജാണ് എത്തിയിട്ടില്ല. ഇതിലേ ഒരു ബെൽറ്റ് ഉണ്ട്. അപ്പോൾ ഇതിലേ വരുന്നുണ്ട്. ചിലവരുടെയൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. മോളിൽ നിന്ന് അങ്ങനെ ഊർന്ന് ഇറങ്ങി വരുന്നുണ്ട് ഓരോന്നോരോന്ന്. ഇതിനകത്ത് ഏതെങ്കിലും ആയിരിക്കും നമ്മുടെയൊക്കെ ലഗേജ്. താഴെക്കൂടെ വരുന്നുണ്ട്. ഞങ്ങളുടെ ഒരു പെട്ടി എത്തിയിട്ടോ. ഒരെണ്ണം കിട്ടി. കിട്ടിയ സന്തോഷം. നമ്മുടെ 2ാമത്തെ പെട്ടി വന്ന് നിൽക്കുന്നുണ്ട്. അഞ്ചിൻ്റെ പെട്ടി. ഇത് ഞങ്ങളിങ്ങനെ റിബൺ കെട്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് വേഗം അറിയാം. പിടിച്ചോ. അപ്പോൾ അങ്ങനെ 2ാമത്തെ വരുന്നു. 3ാമത്തെ പെട്ടി. 3ാമത്തെ വരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ബെൽറ്റ് നിർത്തും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ 3 പെട്ടി കിട്ടി. ഇനി അമ്മയുടെ പെട്ടി വരാനുണ്ട്. സാറിൻ്റെ മമ്മിയുടെ പെട്ടി വരണം. അപ്പോൾ അതിനും കൂടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ കിട്ടി. നമ്മൾ ഇനി എൻട്രൻസിൻ്റെ അടുത്തേക്ക് പോകണം.
അതങ്ങ് മാറ്റി വെച്ച് വന്നിട്ട് ഇത് തള്ളിക്കോ ഇതടക്കം കൊണ്ടോക്കോ എങ്ങനെ തന്നെ അതിലേ ഞാൻ വരാം നീ ഇവിടെ വന്നിട്ട് ഞാൻ കൊടുത്തേക്കാം. അപ്പം അങ്ങനെ ചേട്ടൻ സാറിൻ്റെ മമ്മീനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി പോയേക്കാണ്. ഞങ്ങൾക്ക് ഇനി വാഷ്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവരുടെ പപ്പ ഓൾറെഡി വന്ന് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ചേട്ടൻ വേഗം അമ്മേനെയും കൊണ്ട് പോവാം. സണ്ണിയും മിഴുവൊക്കെ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചേട്ടൻ വാഷ്റൂമിൽ പോയേക്കൊന്നു. അപ്പോൾ ചേട്ടൻ വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഞങ്ങളവരെ കണ്ടു എന്നൊന്ന് പറയാമെന്ന് വിചാരിച്ച് ഞാൻ എൻട്രൻസിൻ്റെ അടുത്തേക്ക് വന്നേക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചേട്ടനൊക്കെ എത്തി വാഷ്റൂമിൽ പോയി വന്നു. അപ്പോൾ ഞങ്ങളിനി പോകണേ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇനി കിടക്കണം. അവരവിടെ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു അവരോട് ചേട്ടൻ വാഷ്റൂമിൽ പോയേക്കപ്പോൾ വരുന്നു. പക്ഷെ പുറത്തേക്ക് ഇപ്പോൾ കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പുറത്തേക്ക് കിടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കിടക്കാണ്. പുറത്തവരോട് വെയിറ്റിംഗ്. ഹലോ 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 സ്റ്റീവട്ടെ ചക്കരി ഇതെന്തെന്ന് പറ്റി കൊച്ചിൻ്റെ കൈമതേ? അയ്യോ എൻ്റെ ദൈവമേ, കണ്ടോ കൊച്ചു കൈമെന്തോ പറ്റിയത് കാണിക്കണേ. വാ വാ വാ, ഇതാര് ഗ്രേസ് വന്നേ, കൊച്ചു വന്നേ. എനിക്ക് ദൈവമേ എൻ്റെ കൊച്ചിനെ നോക്കി, എൻ്റെ കൊച്ചിനെ നോക്കി, ഞങ്ങൾ തലതൊട്ട കൊച്ചിനെ നോക്കി, തലതൊട്ടപ്പിനോട് നമുക്ക് പോവാം. Can it just be us tonight under the night sky? Gonna make my skin rise. Can it just be us tonight? Do you believe in magic? അപ്പം ഇന്ന് വീഡിയോ ഇട്ടേക്കുന്ന ചുടിദാർ നമ്മൾ യു പി ചുടിദാർ മറ്റേ ലക്നവി പോയിട്ട് ചിക്കൻ വർക്കിൻ്റെ ചുടിദാർ അന്ന് മെറ്റീരിയൽ എടുത്തായിരുന്നു, തയ്ച്ച് ഇട്ടതാണ്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. ആണോ? ഇന്ന് ഇനാഗുറേഷനാണ്. എന്തായാലും കൊച്ചു ഞങ്ങളുടെ ഒപ്പം സെറ്റായിട്ടോ. സ്റ്റീവ് ഞങ്ങളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുമെന്നൊക്കെ ഞങ്ങൾക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഗ്രേസിന് പിന്നെ ഞങ്ങളറിയാം സ്റ്റീവ് എന്താ ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുമോ എന്നൊന്നും അറിയില്ലായിരുന്നു. സ്റ്റീവ് നല്ല അടിപൊളിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. എൻ്റെ കയ്യിലായിരുന്നു ഇത്രയും നേരം. ഇപ്പോൾ 5 വാങ്ങിച്ചെടുത്തിട്ടുണ്ട് കൊച്ചിന്. ഇനി 5 വേണം കൊച്ചിന് നോക്കണേന്ന് പറഞ്ഞ്. സ്റ്റീവ് നമുക്ക് വീട്ടിൽ പോണ്ടേ? വീട്ടിൽ പോയി കളിക്കുക. ആ ബാ, അമ്മൂമ്മയുടെ അടുത്ത് പോവാ. മൂളുന്നുണ്ട്. എവിടെ അമ്മൂമ്മയോ? അമ്മൂമ്മ കട്ടിലിരിക്കണോ? അമ്മൂമ്മ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. നമുക്ക് പോവാ. ബാ. ആരില്ലാണ്ട് ആണോ? എൻ്റെ ദൈവമേ, അമ്മമ്മ എന്താ പറഞ്ഞത്? എൻ്റെ ഈശോയെ, എനിക്ക് മതി. ഞങ്ങളപ്പോൾ അമ്മൂമ്മയ്ക്ക് ജീവിതം കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം അങ്ങനെ സണ്ണിയും വീടുമൊക്കെ അവർ മനസ്സമ്മതമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് വേഗത്തിൽ തന്നെ വന്നു കൊണ്ടുവരാനായിട്ട്. ഗ്രേസ് ഹായ്, കളിക്കണ കൊച്ച് കളിക്കുക. നമുക്ക് സിജിമേമ്മയുടെ അടുത്ത് പോണ്ടേ നീ? അപ്പോൾ ഞങ്ങള് കൊച്ചി എയർപോർട്ടിനോട് ബൈ ഒക്കെ പറഞ്ഞ് പോകണം കേട്ടോ. ഇനി ഞങ്ങൾ നേരെ പോണത് സിജിയുടെ വീട്ടിലേക്ക്. പോകുന്ന വഴിക്ക് തന്നെ അനിയത്തിയുടെ വീട്ടിൽ കയറി അനിയത്തിനെയും മോനെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോണേ. പിന്നെ അവിടെ നിന്ന് വണ്ടി എടുക്കണം. അപ്പോൾ അങ്ങനെ 1 മാസം നമുക്ക് കറങ്ങാൻ അവരുടെ വണ്ടി കിട്ടും. അപ്പം അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് അങ്ങനെയാണ് നമ്മൾ ഇനി വീട്ടിലേക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ നേരെ ഇനി സിജിയുടെ വീട്ടിലേക്ക്. സ്റ്റീവ് എന്തായാലും അനിലേട്ടൻ്റെ മടി കയറി കൂട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ 3 പേരുടെയും കയ്യിൽ വന്നു കേട്ടോ. എന്തായാലും മനസ്സിലായിട്ടുണ്ട്.
അല്ലേ അങ്ങനെ ഫീലിംഗ് ഒന്നും വന്നില്ല ആൾക്ക് വരാതെ. കയ്യില് വരെ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു ഞങ്ങളായിട്ട് അടുക്കോ ഇല്ലേ എന്നൊക്കെ. എല്ലാവരും കലപില വർത്താനാണ്. ഗ്രേസ് വർത്താനം കഴിഞ്ഞോ? അഞ്ചു ചേച്ചി ആണോ? കോഴിക്കുളം പള്ളി കൂടിയാണ് നമ്മൾ പോണത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ സിജിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അനിയത്തിയുടെ വീട്ടിലേക്ക് അപ്പൊ അനിയത്തിനെയൊക്കെ കൂട്ടിയിട്ട് വേണം ഇനി നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോകാനായിട്ട്. അപ്പൊ ഞങ്ങൾ വന്നേപ്പിക്കും അനിയത്തി ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ചായയൊക്കെ കുടിക്കാൻ പോവാ. വേഗം കൊടുത്ത് ചായ കുടിച്ച് സ്ഥലം വിടാൻ പോവാ. വീട്ടിലെ അമ്മ നോക്കിയിരിക്കുക. മഴയ്ക്ക് നല്ല കാര്യമൊക്കെ ഉണ്ട്. അവിടുത്തെ യു പിയിലത്തെ ചൂടിനൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അതെ, ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാലാവസ്ഥ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതേ കുറച്ച് പേര് ആ വണ്ടിയിൽ കുറച്ച് പേര് ഈ വണ്ടിയിലൊക്കെ ആയിട്ട് പോവാണ്. അതെ, ഉള്ള ദിവസം സിജിയും റോണും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടെ കൂട്ടി അങ്ങനെ 2-3 ദിവസം അവർ ഇവിടെ വന്ന് സന്തോഷമായി. അത് കഴിയുമ്പോൾ ഞങ്ങൾക്കും കോഴിക്കോടേക്കൊക്കെ പോകണം. അപ്പം ഇറങ്ങാനേ പിള്ളേരൊക്കെ ഇതേ ഇതിനകത്ത് കയറിയേക്കാണ്. ചേട്ടനവിടെ വണ്ടി എടുത്തിട്ടുണ്ട്. എന്താ അതെ അവര് 4 പേരും കൂടി ഇതിനകത്ത് കയറിയേക്കാം. ഹായ് കണ്ടാ എല്ലാവരും ഇതിനകത്ത് കയറിയിട്ടുണ്ട്. റോണും ചേട്ടനും ഓടിപ്പിക്കണേ. അപ്പം ഞാനും സിജിയും ഇടും സണ്ണിയും കൂടെ ഈ വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇറങ്ങാനി. നമ്മളെങ്ങനെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വീഡിയോ എടുക്കണേ. നമ്മുടെ വീട്ടിലേക്ക് എത്തല്ലേ നമ്മള്. അപ്പൊ ഈ സമയത്ത് വീഡിയോ എടുത്തില്ലെങ്കിൽ എപ്പോഴും എടുക്കാം. ഇപ്പൊ എത്ര മണിയായി? നമ്മള് 4-4:15 ആയിപ്പോ വന്നതല്ലേ. പുറത്ത് ശരിക്കും പറഞ്ഞാൽ 24 ടെമ്പറേച്ചർ ഉള്ളൂ കേട്ടോ. ചേച്ചിക്ക് 28 വേണമെന്ന് പറഞ്ഞ വണ്ടിയുടെ ഉള്ളിൽ 28 ആക്കിയിട്ടേക്കാം. വണ്ടിയുടെ ഹീറ്ററാണ് പുറക്കാണ് ചൂടാക്കാൻ. 28 മതി. 28 ആ വണ്ടി ഇപ്പൊ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു. എ സിക്ക് വരും. തണുപ്പൊന്നുമില്ല. അല്ല ചൂടില്ല. ബാക്കിയോടെ നേരത്തോണ്ടിരിക്കുക. എവിടെ ചൂട്? ദൈവമേ, മഴ പെയ്തിട്ട് ഇപ്പൊ ചൂടൊക്കെ മാറി. നിങ്ങൾ അറിഞ്ഞില്ല? അതാണ് ഞാൻ പറഞ്ഞത്. പുറത്ത് 24 ഉള്ളൂ, ഉള്ളിൽ 28. എന്ത് പറയാം. അപ്പൊ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് എത്തി. പുറകില് ചേട്ടൻ വണ്ടിക്കായിട്ട് പുറകിൽ വരുന്നുണ്ട്. സണ്ണി ഇവിടെ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കാർ പോർച്ചിലേക്ക്. സിജി റോണൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. അമ്മ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവൂട്ടാ, പാവം. അപ്പോഴേ ഞങ്ങൾ അമ്മേനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ അങ്ങനെ കാത്തിരുന്ന് 1 വർഷം എത്തി അമ്മേനെ കാണാൻ പോവാ. എന്റെ അമ്മേനെ കാണാൻ ഞാൻ പോവാ. അമ്മയുള്ളപ്പോഴുള്ള സന്തോഷം. നിങ്ങളുടെ അമ്മയെന്ന് നിങ്ങൾ പറഞ്ഞോ, പക്ഷെ എന്റെ അമ്മയാണെന്ന് ഞാൻ പറയും. എടാ ഈ പവർ ബാങ്ക് ഒന്ന് പിടിച്ചേ. അമ്മ സിജി അമ്മ ഇവിടെ നിൽക്ക്. ആ ഇവിടെ ഇവിടെ ഇവിടേക്ക്
പ്രസവിച്ച് കൊണ്ടുവന്ന ആ കുഞ്ഞു ബാവ ഫസ്റ്റ് കൊണ്ടുവന്ന് മനസ്സിലായില്ലേ? ഫസ്റ്റ് അതല്ലേ വന്ന് അത് ശരി അത് എന്നോട് പറഞ്ഞു ദൈവം വാങ്ങിയുള്ള കൊടുത്തു അപ്പൊ ഞാൻ ആദ്യം വന്നു. അതിന് അവൾക്ക് വീട് വരാൻ പറ്റില്ല, ഇവിടെ നിൽക്കണം പറ്റില്ല, പേരും കിട്ടുന്നില്ല. ഞാൻ അമ്മയുടെ മോളല്ല. ഓർമ്മ ഇപ്പോഴും ശരിയല്ല. നിങ്ങൾ രണ്ടുപേരും തവിട് എടുത്ത് കഴിച്ചാൽ അമ്മയുടെ ഓർമ്മയില് നിങ്ങൾ രണ്ടുപേരും തവിട് എടുത്ത് വലിച്ചത്. അല്ലല്ല, ഒരിക്കലുമല്ല. നിങ്ങൾ രണ്ടുപേരും അതായത് ആദ്യം പെൺകൊച്ചുണ്ടായി. അല്ല, പെൺകൊച്ചിനെ ആദ്യം പെൺകൊച്ചിനെ പറഞ്ഞു വരുമ്പോ ലാസ്റ്റ് തവിട് എടുത്ത് വെച്ച് ഞാൻ അല്ലേ നിങ്ങൾ രണ്ടുപേരും തവിട് എടുത്ത് കഴിച്ചാ നീയെ പറയാം. സത്യത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാനുണ്ടായി, അത് കഴിയുമ്പോ നീ ഉണ്ടായി. പക്ഷെ വേറൊരു ആങ്കൊച്ചിനെ കിട്ടണമായിരുന്നു, ആങ്കൊച്ചുണ്ടാവുണ്ടാവില്ല. സാധനം തവിട് കൊടുത്തു ഇവരെയോട് വാങ്ങിച്ചു. തന്നുണ്ടായി കഴിഞ്ഞപ്പോഴാണോന്ന് പറയാൻ പറ്റും. അമ്മ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ അങ്ങനെ നമ്മളെല്ലാവരും എത്തി. ഞങ്ങളെല്ലാവരും പണ്ടത്തെ പോലെ ഇങ്ങനെ 3 മക്കളെ വിളിച്ച് അമ്മയുടെ അടുത്ത് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നിട്ട് കണ്ടോ? കണ്ടില്ല, അപ്പോഴേ തക്കു അല്ല ഞാൻ പറഞ്ഞ അപ്പച്ചനും കൂടി ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിലേ എല്ലാവരും കൂടെ ഒരുമിച്ച് സന്തോഷമായി. ആ അപ്പച്ചന് സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ടാവും. ഇത് എല്ലാവരും എത്തി, മക്കളൊക്കെ സന്തോഷമാണോ? അപ്പൊ എന്റെ ഫ്രണ്ട്സ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അമ്മയുടെ അടുത്തേക്ക് എത്താൻ പോണ ആ ഒരു സന്തോഷത്തിലായിരുന്നു ഞാനങ്ങനെ ഇത്രയും ദിവസവും. അമ്മയും ആങ്ങളെയും നാത്തൂനും പിള്ളേരും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അനിയത്തിയും അനിയനും ഒക്കെ കൂടെ ആയിട്ടില്ല ഒരുമിച്ചുള്ള ദിവസങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കും. കുറച്ച് ദിവസമുള്ളൂ, ഉള്ള ദിവസം നമുക്ക് ഒരു മാസം കൊണ്ട് സന്തോഷം ഉണ്ടാവും. അമ്മയ്ക്ക് ഇപ്പൊ തന്നെ 1 മാസം ഉള്ളത് തന്നെ കുറവായിട്ട് തോന്നും. അത്രയെങ്കിലും കിട്ടിയില്ല. പേരക്കുട്ടി അഞ്ചു അവിടെ സ്വകാര്യം പറയാട്ടോ. അഞ്ചും അമ്മൂമ്മയും കൂടെ എന്തോ സ്വകാര്യം നടക്കുന്നുണ്ട്. അവര് തനിച്ചിരുന്ന് എന്തൊക്കെയോ സ്വകാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആണോ? സീക്രട്സ് ആണോ? എന്നാ ശരി, ഞങ്ങൾ എന്നാ അപ്പുറത്തേക്ക് പോവാം. ആണോ? ഗ്രേസിനോട് പറയണെന്ന്. അഞ്ചു ആണോ? അപ്പൊ എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് കയറി സന്തോഷമായി. അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. ഞങ്ങൾ മുകളിലേക്ക് റൂമിലേക്കൊന്നും പോയിട്ടില്ല, ഇനി കുളിച്ച് ഫ്രഷ് ആവണം. അപ്പോൾ ഇനി കുളിച്ച് ഫ്രഷൊക്കെ ആയി വന്നിട്ട് അടുത്ത വീഡിയോ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ.